ശ്രീ രാഹുൽ ഈശ്വർ, ഈ വിധിയെ ചരിത്രപരം എന്ന് വിളിക്കാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് രാഹുൽ ഈശ്വർ ഈ വിധിയോട്, കാരണം ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ്, ആ വൈഫിൻ്റെ നിർവചനത്തെ അടക്കം സുപ്രീം കോടതി അതിനൊരു വിവക്ഷ നൽകുകയാണ്, രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കാലിക പ്രാധാന്യമുള്ളതാണ്? ശ്രീ പ്രജീഷ്, ഞാനൊരു പുരുഷ ആക്ടിവിസ്റ്റ് ആണ്. അതോടൊപ്പം 100% ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്ത്രീകൾ ഹൗസ് വൈഫ് എന്നതിനേക്കാൾ ഹോം മേക്കർ ആണ്. ആ ഹോം മേക്കിംഗ് എന്നുള്ളത് രാഷ്ട്ര നിർമ്മാണവുമാണ്. ആ ഹോം മേക്കർ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുക എന്നുള്ളത് രാഷ്ട്ര നിർമ്മാണം തന്നെയാണ്. നമ്മുടെ എല്ലാം അമ്മമാർ അതേപോലെ രാപ്പകലില്ലാതെ അധ്വാനിച്ചാണ് നമ്മുടെ എല്ലാം വളർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അച്ഛന്റെയും പങ്ക് അതേപോലെ പ്രധാനമാണ്. എന്നാൽ വീട് ഒരുമിച്ച് നിർത്തുന്നതിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യവും പ്രസക്തിയും വളരെ അധികമാണ്. അതിനെ മോണിറ്റൈസ് ചെയ്യാൻ കഴിയില്ല. ഇൻവാല്യൂബിൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഇൻവാല്യൂബിൾ ആണെന്ന് പറയുമ്പോഴും നമ്മൾ അതിന് ഒരു മൂല്യം പറയുന്നത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം ഇതേപോലത്തുള്ള കാൽക്കുലേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ 30,000 രൂപ എന്ന് പറയുന്നത് വളരെ അധികമല്ല. ഇനി ഒരുപക്ഷെ ഇത് റിവൈസ് ചെയ്ത് കൂട്ടാനുമുള്ള സാധ്യതയുണ്ട്. എന്നാലും വളരെ പോസിറ്റീവ് സ്റ്റെപ്പാണ്. ഇറ്റ്സ് എ സ്റ്റെപ്പ് ഇൻ ദി റൈറ്റ് ഡിറക്ഷൻ. അത് സ്ത്രീ സൗഹൃദ വിധിയാണ്, കുടുംബ സൗഹൃദ വിധിയാണ്, സമൂഹ സൗഹൃദ വിധിയാണ്. അതുകൊണ്ട് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നമ്മുടെ അമ്മമാർ ചെയ്യുന്ന, സഹോദരിമാർ ചെയ്യുന്നത് മൂല്യം കൽപ്പിക്കുന്നതിലും അധികമാണ്. എന്നാൽ അവയ്ക്കൊരു മൂല്യം നൽകുന്നതോടുകൂടി അതിനെ സമൂഹം ബഹുമാനിക്കുന്നു, അതിനൊരു മോണിറ്ററി കോൺസെപ്റ്റും കൂടെ വരുന്നു എന്നുള്ളത് പോസിറ്റീവ് സ്റ്റെപ്പാണ്. സുപ്രീം കോടതിക്ക് പൂർണ്ണമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഈ വിധി എത്രത്തോളം ഈ സ്ത്രീ സമൂഹത്തിന് അരക്ഷിതാവസ്ഥ ഒരുപാടുണ്ട്, ആ അവസ്ഥയിലാണ് ഇപ്പോൾ. ഇനി പാർലമെന്റ് അടക്കം സംവരണവുമായി ബന്ധപ്പെട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി, എംപവർമെന്റിന് വേണ്ടി വലിയ രീതിയിൽ പല സ്റ്റെപ്പുകളും നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ നൂറ്റാണ്ടിലേക്ക് ഈ സമയം ഇത്രയും പുരോഗമന കാലഘട്ടത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു നിർവചനത്തിലേക്ക് കോടതി എത്തുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് വരവേൽക്കേണ്ടത്? എങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് എത്രത്തോളം മോട്ടിവേഷൻ ഉണ്ടാക്കും ഈ സ്ത്രീ സമൂഹത്തിന്? ഇതിന് കോംപ്ലിക്കേഷൻസും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്ന പറഞ്ഞാൽ ഈ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ഇതില് സ്ത്രീകളെ സംബന്ധിച്ച് ഗുണകരമാവുന്ന മറ്റൊരു കാര്യം, ഫാമിലി കോടതിയിൽ മെയിൻ്റനൻസിന് വേണ്ടി കൊടുക്കുന്ന അപേക്ഷകളുണ്ടാവും. ആ അപേക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾക്ക് കിട്ടേണ്ട ഈ മെയിൻ്റനൻസ് റൈറ്റ്സ് അവരുടെ ഈ കുടുംബപരമായിട്ടുള്ള ഈ തൊഴിലിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കും. ടി വി മിനി ടെലിഫോൺ ലൈനൊന്ന് വ്യക്തത വരുത്തിയ ശേഷം മടങ്ങിയെത്താം. ശ്രീ രാഹുൽ ഈശ്വർ, നോക്കൂ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് 2001 ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലയബിലിറ്റി സംബന്ധിച്ച് ഭാര്യ നഷ്ടപ്പെട്ട ഒരാൾ ചെല്ലുകയാണ് കോടതിയിൽ. അപ്പോൾ അത് ഇത്രയും വർഷം എടുത്തു. ഈ വർഷം നീണ്ടു നിൽക്കുമ്പോൾ അത് എങ്ങനെയാണ് ഇനി ഇത്തരം അപകടങ്ങൾ, ഒരുപാട് അപകടങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഒരു കോണ്ടസ്റ്റിൽ കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ ഒരു വാല്യൂ, അവരുടെ സേവന മൂല്യമടക്കം കണക്കാക്കുമ്പോൾ അതിൻ്റെ ഈ വിധിയുടെ ഇമ്പാക്റ്റ് അത് എത്രത്തോളം അതിന് വ്യാപ്തി ഉണ്ടെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, ഒരു അഭിഭാഷകൻ കൂടി എന്ന നിലയ്ക്ക്? വളരെ പ്രധാനമാണ്. കാര്യം അങ്ങൊക്കെ ശ്രദ്ധിച്ചു കാണും. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മൈ ഫാദർ വർക്ക് സംവെയർ ആൻഡ് മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. സ്കൂളിൽ പോലും നമ്മളെ കുറിച്ച് അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായി സമൂഹത്തിലുണ്ടായ പോസിറ്റീവായ മാറ്റം, അതായത് സ്ത്രീ മുന്നേറ്റം, അതോടൊപ്പം കുടുംബ സംവിധാനവും നിലനിൽക്കണമെന്ന ആശയം, അതിന്റെ ഭാഗമായിട്ടാണ് ഹോം മേക്കർ അടക്കമുള്ള പദവി വരുന്നത്. സുപ്രീം കോടതി ആ ലീഗൽ മുന്നേറ്റത്തെ, സാമൂഹിക മുന്നേറ്റത്തെ പോസിറ്റീവായി കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടെയാണ്. ഇപ്പോ പലപ്പോഴും കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ മൈ മദർ ഈസ് എ ഹോം മേക്കർ എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ വേണം. അവർ വൈഫാണ്, അമ്മയാണ്, എന്നാൽ ഒരു കുടുംബത്തിന്റെ നെടുന്തൂണാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ആ ഹോം മേക്കർ എന്നുള്ളതിന് ഫിലോസോഫിക്കലായി, സാമൂഹികമായി വലിയ മാനങ്ങളും പ്രസക്തിയും ഉണ്ട്. പിന്നെ 2, അതിന്റെ മോണിറ്ററി വാല്യൂ. ഈ 30,000 എന്നുള്ളതൊക്കെ റിവൈസ് ചെയ്യപ്പെടുകയും മറ്റും ചെയ്യും. ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ഇത് കുറഞ്ഞു പോയി എന്നൊക്കെ തോന്നിയേക്കാം. ഇത് ഇൻവാല്യൂബിൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതിന് മൂല്യം നിർണ്ണയിക്കുന്നതോടുകൂടി അതിന് സാമ്പത്തിക സാമൂഹിക ക്രമത്തിലൊരു ഭാഗം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മിനിമാരത്തിന് കറക്റ്റ് ചെയ്യാം, വളരെ വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതിയിൽ സമാനമായ ഒരു ഒബ്സർവേഷൻ പോലെ വന്നിരുന്നു. സ്ത്രീകൾ ചെയ്യുന്ന ജോലിയെ നമുക്ക് വിലമതിക്കാനാകാത്തതാണ്, അവർ അത്രമാത്രം സേവനം ചെയ്യുന്നുണ്ട്, അടുത്ത തലമുറയെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇതിനർത്ഥം സ്ത്രീകൾക്ക് അവർക്ക് വിദ്യാഭ്യാസം വേണം, ജോലി വേണം, അമ്മമാരാകണം,
ആ അമ്മമാരായിട്ടും ഭാര്യയായിട്ടും സമൂഹത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ നിൽക്കുന്നവർക്ക് ഒരു മോണിറ്ററി വാല്യൂ കൂടെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാകുന്നത് ഒരുപക്ഷെ ജോലി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അവരിലേക്കടക്കം കുറെ കൂടെ സെൽഫ് ഡിഗ്നിറ്റി, ഒരു ആത്മാഭിമാനം പ്രകാശപൂരിതമാക്കുന്നതാകും. എനിക്ക് തോന്നുന്നു ഇതിനെ ജാതി മത വർഗ വർണ്ണ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. കാര്യം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്താണ്. ഇതിനെതിരെ ഒരു ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാര്യം അത്രമാത്രം പോസിറ്റീവ് വെർഡിക്റ്റ് ആണ്. പൊതുസമൂഹത്തിന്റെ ഭാഗമായി പല കാലങ്ങളായി നിന്നിരുന്ന അമൂർത്തമായ ഒരു ആശയത്തെ പോസിറ്റീവായ ഒരു വിധിന്യായത്തിലൂടെ കൺസോൾഡേറ്റ് ചെയ്യുകയാണ്. നിയമത്തിന്റെ, സമൂഹത്തിന്റെ, കുടുംബത്തിന്റെ കണ്ണിൽ ഇത് കുറെ കൂടെ മെച്ചമാകും. ഇതോടൊപ്പം ഒരു കാര്യം കൂടി നമ്മളെല്ലാം കൂടി ഓർക്കേണ്ടതാണ്. നമ്മുടെ അമ്മമാർ ചെയ്യുന്ന കാര്യത്തിന് വലിയ മൂല്യങ്ങളുണ്ട്. ആ അമ്മമാരുടെ ത്യാഗവും കുടുംബം നിർമ്മിക്കുന്നവരുടെ ത്യാഗവും കൂടിയാണ് നമ്മൾ പലപ്പോഴും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അതങ്ങനെ ആവരുത് എന്ന് തിരിച്ചറിവ് കൂടിയാണ്, ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിധി. അഡ്വക്കേറ്റ് ടി ബി മിനി ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അഡ്വക്കേറ്റ് ടി ബി മിനി, രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ സെൽഫ് ഡിഗ്നിറ്റി അത് വർദ്ധിക്കുന്നതിലേക്ക് എന്തായാലും ആത്മാഭിമാനം എന്ന സ്ത്രീയുടെ ആത്മാഭിമാനത്തെ അടക്കം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ വിധി പ്രചോദനം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമാനമായ കേസുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് കേസുകൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾ അവർ ഉയർത്തുന്ന കേസുകളൊക്കെ തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ നിരീക്ഷണം, ഒബ്സർവേഷൻ അത് സ്വാധീനിക്കാമോ? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം വളരെ പ്രോജ്വലമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്? വളരെ ഗുണകരമായ രീതിയിൽ സ്ത്രീകൾക്ക് വരാവുന്ന കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇതിപ്പോ വന്നിരിക്കുന്ന ഒരു മോട്ടോർ ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ടുള്ള കോമ്പൻസേഷൻ കണക്കാക്കുന്നതിന് നമ്മൾ ഇൻകം പരിഗണിക്കും. എനിക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി അങ്ങനെ എനിക്ക് എടുക്കുമ്പോൾ ഇപ്പൊ 12,000 രൂപയൊക്കെയാണ് എടുക്കുന്നത്. അതിന് 30,000 രൂപ കണക്കാക്കണം എന്ന് പറയുന്നതാണ് ഈ വിധി. ഇത് തന്നെ നമുക്ക് ഫാമിലി കോടതിയിൽ സ്ത്രീകൾക്ക് ഗുണകരമായ രീതിയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വിധിയാണ്. അതോടൊപ്പം നമ്മുടെ പല സർക്കാരുകളും സ്ത്രീകൾക്ക് അവര് കുടുംബത്തിൽ ചെയ്യുന്ന ജോലി അതിന് സർക്കാരുകൾ തന്നെ ഇത്ര രൂപയൊക്കെ കൊടുക്കാന്നൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് പല സംസ്ഥാന സർക്കാരുകളും. പക്ഷെ അതിനൊക്കെ സ്ത്രീകൾക്ക് ഡിമാൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറുന്ന ഒരവസ്ഥ ഉണ്ടാവും. മറ്റ് പല കേസുകളിലും, ഈ കേസിൽ മാത്രമല്ല മറ്റ് പല കേസുകളിലും സ്ത്രീകളുടെ കേസുകളിൽ ഈ വിധി ഗുണകരമായി മാറും. രാഹുൽ ഈശ്വറിനെ കേട്ടിട്ട് കുറെ നാളുകളായിരിക്കുന്നു. എന്തായാലും രാഹുൽ ഈശ്വർ നമ്മൾക്കും കൂടി സ്ത്രീകളുടെ പക്ഷത്തു നിന്നും സംസാരിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴും പറയാൻ മറന്നുപോയില്ല ഞാൻ ഒരു ആൺപക്ഷപാതിയാണെന്ന്. ആൺപക്ഷപാതിയായിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ച് ഈ വിധി വലിയ രീതിയിൽ സ്ത്രീകൾക്ക് ഗുണകരമുണ്ടാകുന്ന സമയത്ത് അപ്പൊ ഞാൻ പണിയെടുക്കണ്, ഞാൻ കാശ് കൊടുക്കുന്നു എന്നൊന്നും പറഞ്ഞു വരരുത്. സ്ത്രീകൾക്ക് ഈ അവകാശം കൊടുക്കാനായിട്ട് തയ്യാറാകണം എന്നാണ് രാഹുൽ ഈശ്വറിനോട് എനിക്ക് പറയാനുള്ളത്. രാഹുൽ ഈശ്വർ, ആ കമന്റ് എങ്ങനെയുണ്ട്? വളരെ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാര്യം ഞാനും മിനി മാഡവും ഒക്കെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്ന് ആശയധാരയെ നിൽക്കുന്നതാണ്. പക്ഷെ നമുക്ക് കോമൺ എഗ്രിമെന്റ്സ് അല്ലെങ്കിൽ പൊതുകാര്യങ്ങളിൽ സമവായം കണ്ടെത്താൻ കഴിയുന്നത് സന്തോഷമാണ്. കാര്യം നമ്മളൊരു അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അമ്മയും നമുക്ക് പ്രധാനമാണ്, അച്ഛനും പ്രധാനമാണ്, സ്ത്രീയും പ്രധാനമാണ്, പുരുഷനും പ്രധാനമാണ്. ഒരു കാര്യമുണ്ട്, അതായത് ഇതൊരു ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഉത്തരവ് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവിൽ വളരെ പരാമർശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പരാമർശങ്ങൾ സ്വാഭാവികമായിട്ടും വരും നാളുകളിൽ പല കേസുകളിലും അഭിഭാഷകർക്ക് ഉന്നയിക്കാം, പല കോടതികളിലും ഉന്നയിക്കാം സുപ്രീം കോടതി നിരീക്ഷണം. അപ്പോൾ അവിടെ മറുവാദമായിട്ടൊന്നും വരല്ലേ എന്നാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. അല്ല, അവിടെയാണ് ഞങ്ങൾ അടക്കമുള്ള പുരുഷവാദികൾ, തീവ്ര പുരുഷവാദികൾ ഇല്ലെന്ന് പറയുന്നില്ല, മെയിൽ ഷോവനിസ്റ്റുകളുണ്ട്. പക്ഷെ ഞങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി നല്ല ഫെമിനിസത്തിന്റെ ആംഗിളുകളെ ബഹുമാനിക്കുകയും എന്നാൽ ചില നിലപാടുകളെ എതിർക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. റീസണബിൾ ആണ്. പുരുഷ അവകാശ പ്രവർത്തനങ്ങൾ ഒരിക്കലും എക്സ്ട്രീം ആകരുത്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവനിസം ഒക്കെ ഉണ്ട്, ഒരു തീവ്ര പാട്രിയാർക്കി നിലനിൽക്കുന്നുണ്ടെന്നൊക്കെ ഉള്ള കാര്യം സത്യമാണ്. ഇനി ഞാൻ ഡിനേ ചെയ്തുകൊണ്ടത് ഇല്ലാതാവുന്നില്ലല്ലോ. അതിന്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് റെസ്പോൺസിബിൾ ആയ ഒരു മെയിൽ നെറേറ്റീവ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയ ഒരു പുരുഷാവകാശ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് മിനി മാഡം അടക്കമുള്ള
ഫെമിനിസ്റ്റ് ജൂറിസ്പ്രുഡൻസിൽ എക്സ്പേർട്ട് ആയവരിൽ നിന്നും കൂടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു പോകും. മിനി മാഡം ഉണ്ടെങ്കിൽ മിനി മാഡത്തിന് അറിയാം. ഞാനും മിനി മാഡം ഒരു സിനിമയിൽ, ലാലേട്ടന്റെ നേരെന്ന സിനിമയിൽ നിന്നപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്ക് ഉപയോഗിച്ചു. മിനി മാഡം പറഞ്ഞു, രാഹുലെ ആ വാക്ക് ഉപയോഗിക്കേണ്ടത് തെറ്റാണ്, അത് നെഗറ്റീവ് സന്ദേശം നൽകും. ഞാൻ അപ്പോൾ തന്നെ ആ സിനിമ ഡയലോഗിന്റെ ഭാഗമായിട്ടായിരുന്നു. അവിടെയാണ് നമ്മളൊരു കൊടുക്കൽ വാങ്ങലിന്റെ ഭാഗമായി സമവായം കണ്ടെത്താൻ ഫെമിനിസ്റ്റുകൾക്കും കഴിയണം, പുരുഷാവകാശ പ്രവർത്തകനും കഴിയണം. ഇതേപോലുള്ള സുപ്രീം കോടതിയുടെ ചരിത്രപരമായ തീരുമാനങ്ങൾ ആ പൊതുധാരയിലേക്കും സമവായത്തിലേക്കും നമ്മളെ എത്തിക്കട്ടെ. സ്വാഗതം ചെയ്യും. യെസ്, അഡ്വക്കേറ്റ് ടി ബി മിനി, ലാസ്റ്റ് കമന്റ്. രാഹുൽ ഈശ്വർ കമ്പനി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല സുപ്രീം കോടതി നിരീക്ഷണത്തിൽ. പക്ഷേ ഇത് ഈ ഒരു സമയം തന്നെ വേണ്ടി വരുന്നു, ഇത്രയും നാളുകൾ വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു ആശ്ചര്യം കൂടിയാണത്. അതിപ്പോ സുപ്രീം കോടതിയെ പോലൊരു കോടതി ഇങ്ങനെ നിരീക്ഷണം നടത്തിയാൽ തീർച്ചയായിട്ടും താഴെ കോടതികൾക്കെല്ലാം അതിലേക്ക് വരേണ്ടി വരും, പൊതുസമൂഹത്തിന് അതിലേക്ക് വരേണ്ടി വരും. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അതിനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതിന് അതായത് ഈ രാപ്പകലില്ലാതെ പാത്രം കഴുകുകയും വെച്ചടിക്കുകയും തുണി അലക്കുകയും കുട്ടികളുടെ കാര്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ജോലിക്ക് ഒരു വാല്യൂ 30,000 രൂപയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതല്ല വാല്യൂ. പക്ഷെ എന്നാലും അതിനൊരു വാല്യൂ കണക്കാക്കപ്പെടുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രസവം ഗർഭിണിയാവുന്നത് മുതൽ പ്രസവിച്ച് കുട്ടീനെ അതിനൊരു നിവർന്നു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആക്കുന്നത് വരെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സമർപ്പണവും നടത്തുന്ന അതാണ് ഒരു കുട്ടി ഉണ്ടാവുക, ഒരു റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്നത്. അത് ഈ സൊസൈറ്റിക്കകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യവുമാണ്. അതിനെ അംഗീകരിക്കുകയും വാല്യൂ കണക്കാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മഹത്തായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് സുപ്രീം കോടതി വിധിയെ അഭിനന്ദിക്കാം, കൂടെ ചേർന്ന് നിൽക്കാം. യെസ്, തീർച്ചയായും വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ടി ബി മിനി. അപ്പോൾ രാഹുൽ ഈശ്വർ പ്രതികരിച്ചാൽ അങ്ങനെ സുപ്രീം കോടതി വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു നിരീക്ഷണം ഒരു വിധിയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾ രാഷ്ട്ര നിർമ്മാതാക്കളാണ്, അവരുടെ സേവന മൂല്യം വളരെ വലുതാണ് എന്ന് കോടതി അടയാളപ്പെടുത്തുന്നു.